Hi friends, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു സോൾവ്ഡ് ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിയോളജി ആയിരുന്നു. മെഡിക്കൽ എഡ്യൂക്കേഷന്റെ എക്സാം ആയിരുന്നു. ഇതിന്റെ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് GK റിനേസൻസ് ആൻഡ് കറന്റ് അഫയേഴ്സ് ആണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. കേരള PSCയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ താഴെ bibimohanan.com എന്ന മൈ നോട്ട്ബുക്കിന്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്ലീസ് വിസിറ്റ് ചെയ്യുക bibimohanan.com എന്ന ബ്ലോഗ്. നിങ്ങൾക്ക് അവിടെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. താഴെ ഞാൻ മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി വിസിറ്റ് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം, നിങ്ങളുടെ സ്കോറുകൾ ചെക്ക് ചെയ്യാം, അനലൈസ് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഹു റോട്ട് ദൈവദശകം? ആരാണ് ദൈവദശകം എന്ന കൃതി എഴുതിയത്? ദൈവദശകം എഴുതിയത് ആരാണ്? കുമാരനാശാൻ, ഡോക്ടർ പൽപു, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമികൾ. ഓപ്ഷൻ സി ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്, ശ്രീനാരായണ ഗുരു. ദൈവദശകം എഴുതിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ദൈവദശകം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലവർ കമൻറ്റ് ചെയ്തിരുന്നു, അതായത് ചില സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തു ഓപ്ഷൻസ് മാത്രം വായിച്ചാൽ മതി, ആൻസർ ഞങ്ങൾ ഊഹിച്ചോളാം. അതുപോലെ തന്നെ ചിലവർ കമൻറ്റ് ചെയ്തു ഓപ്ഷൻസ് വായിക്കേണ്ട, ആൻസേഴ്സ് പറഞ്ഞു പോയാൽ മതി, 2 തവണ ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 2 രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓപ്ഷൻസ് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളത് ഞാൻ പറയാം, അല്ലാത്തത് ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, who urged the people to throw away the ornaments made of stone and iron glass pieces? Who urged the people to throw away the ornaments made of stone and iron glass pieces? Okay, അപ്പോൾ ആരാണ് ആളുകളെ നിർബന്ധിച്ചത്? എന്തിനാണ് ദ ഓർണമെന്റ്സ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് അയൺ ഗ്ലാസ് പീസസ് ത്രോ ചെയ്യാൻ നിർദ്ദേശിച്ചത്? അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്താണ്, ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഈ കല്ലുമാലകൾ അതൊക്കെയായിരുന്നു, അയൺ ഗ്ലാസ് പീസസ് കൊണ്ടുള്ള മാലകളൊക്കെ ആയിരുന്നു. അപ്പം അതിനെ എതിരായിട്ട് നടത്തിയ പ്രക്ഷോഭമായിരുന്നു കല്ലുമാല സമരം. ഈ ഒരു ചോദ്യം തന്നെ കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ് അല്ലേ? കുറച്ചു മുമ്പ് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ കല്ലുമാല അജിറ്റേഷൻ കണ്ടതായിരുന്നു. അപ്പൊ ആരാണ് അങ്ങനെ ആഹ്വാനം ചെയ്തത്? അയ്യങ്കാളിയാണ് കേട്ടോ. ഹു urged the people to throw away the ornaments made of stone and iron glass pieces? കല്ലുമാല സമരമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. കല്ലുമാല സമരം അയ്യങ്കാളിയാണ് നയിച്ചത്, അത് ഓർത്തിരിക്കുക. അടുത്തത് കാരാട്ട് ഗോവിന്ദ മേനോൻ വാസ് ലേറ്റർ നോൺ ആസ്. കാരാട്ട് ഗോവിന്ദ മേനോൻ, അദ്ദേഹം ലേറ്റർ അറിയപ്പെട്ടിരുന്നത് ആരായിട്ടാണ്? കാരാട്ട് ഗോവിന്ദ മേനോൻ. അപ്പോൾ ഓർക്കുക, കാരാട്ട് ഗോവിന്ദ മേനോൻ, ഗോവിന്ദ, ആ ഇന്ദ എന്നുള്ളതിൽ NDA എന്നില്ലേ, അതുള്ള ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോൾ വാക്പടാനന്ദനുണ്ട്, അപ്പം അങ്ങനെ ആലോചിക്കരുത്. കാരാട്ട് ഗോവിന്ദ മേനോൻ ബ്രഹ്മാനന്ദ ശിവയോഗി, അങ്ങനെയാണ് കേട്ടോ പേര് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആരാണ് കാരാട്ട് ഗോവിന്ദ മേനോൻ? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്ത്? കാരാട്ട് ഗോവിന്ദ മേനോൻ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി ആത്മവിദ്യാ സംഘം ദാറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് എന്ന ചോദ്യം റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. ആത്മവിദ്യാ സംഘം വാസ് ഫൗണ്ടഡ് ഇൻ. എന്നാണത് സ്ഥാപിച്ചത്? 1917 കേട്ടോ. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ആ ഒരു ഡേറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല, ആ ഒരു ഇയർ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മാനുതാപം. ആത്മാനുതാപം എന്ന് പറയുന്നത് ആരുടെ വർക്കാണ്? ആത്മാനുതാപം ഈസ് ദ വർക്ക് ഓഫ് കുര്യാക്കോസ് ഏലിയാസ് ചവറ, വേലുക്കുട്ടി അരയൻ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ, പണ്ഡിറ്റ് കറുപ്പൻ. ആത്മാനുതാപം എന്ന് പറയുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ ബുക്കാണ് ആത്മാനുതാപം എന്ന് പറയുന്നത് കേട്ടോ. ആത്മാനുതാപം. അടുത്തത്, ഹെഡ് ഓഫ് ദ കേരള ഫോൾക്ലോർ അക്കാദമി. ഹെഡ് ഓഫ് ദ കേരള ഫോൾക്ലോർ അക്കാദമി ആരാണ്? കേരള ഫോൾക്ലോർ അക്കാദമിയുടെ ഹെഡ് എന്ന് പറയുന്നത്, കേരള ഫോൾക്ലോർ അക്കാദമിയുടെ ഹെഡ് ആൻസർ കൊടുത്തിരിക്കുന്നത് CJ കുട്ടപ്പൻ എന്നാണ് കേട്ടോ. കേരള ഫോൾക്ലോർ അക്കാദമി. ഓക്കെ, അപ്പൊ ഇതില് KPS എഴുതാം, വൈശാഖൻ, CJ കുട്ടപ്പൻ, M മുകുന്ദ, ഇവരൊക്കെ ഓരോ പ്രസ്ഥാനങ്ങളുടെ ഇതുപോലെ ഇതിന്റെ നേതാക്കളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കുക, കേരള ഫോൾക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കേരള ഫോൾക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം അത് എവിടെയാണ്?
കണ്ണൂരിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെയിൻ സ്റ്റഡി സെൻറ്റർ കണ്ണൂരിലാണ്. അത് നിലവിൽ വന്നത് 1995-ലാണ്. ഓക്കെ, അപ്പോൾ അത് കൾച്ചറൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് അത് വരുന്നത്. ഓക്കെ, 1995-ലാണ് അതിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ 95 ജൂൺ 28-നാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒന്ന് ഫോൾക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ആരാണ്? കണ്ണൂരാണെന്ന് ഓർക്കുക. അതിന് ഇപ്പോഴത്തെ ചെയർമാനാണല്ലോ വേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഹെഡ് ഓഫ് ദ കേരള ഫോൾക്ലോർ അക്കാദമി CJ കുട്ടപ്പനായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് G. ഭാർഗവൻ പിള്ളയാണ് കേട്ടോ. G. ഭാർഗവൻ പിള്ള വാസ് ദ ഫസ്റ്റ് ചെയർമാൻ. ഓക്കെ, ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ ഫോൾക്ലോർ അക്കാദമി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ കാര്യം കൂടി ഇവിടെ പറയാം. കേരള സാഹിത്യ അക്കാദമിയുടെ ഫോർമേഷൻ 1956-ലാണ്. ഇനി അതിൻ്റെ പ്രസിഡന്റാണ് വൈശാഖൻ. ഓക്കെ, അപ്പോൾ വൈശാഖൻ്റെ ഓപ്ഷൻ ഇവിടെ വൈശാഖൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ B ആണ് കൊടുത്തേക്കുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാണ് വൈശാഖൻ. ഓക്കെ, ഇനി കേരള ലളിതകല അക്കാദമി ഉണ്ട്. കേരള ലളിതകല അക്കാദമിയുടേത് നേമം പുഷ്പരാജാണ് കേട്ടോ. അതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള ലളിതകല അക്കാദമി. അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെയും ആസ്ഥാനം തൃശ്ശൂരാണ്. നേമം പുഷ്പരാജാണ് ന്യൂലി അപ്പോയിന്റഡ് ചെയർമാൻ ഓഫ് കേരള ലളിതകല അക്കാദമി. ഓക്കെ, ഇനി കേരള ഫിലിം അക്കാദമി ഉണ്ട്. കേരള ഫിലിം അക്കാദമിയുടെ ആണെങ്കിൽ കമലാണ്. കമൽ ആണ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫൗണ്ടർ ഓഫ് കാനറ ബാങ്ക് ആരാണ്? കാനറ ബാങ്കിന്റെ സ്ഥാപകൻ. കാനറ ബാങ്കിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ B ആണ് അമ്മേമ്പാൽ സുധാറാവു പൈ. അമ്മേമ്പാൽ സുധാറാവു പൈ. AS റാവു പൈ ആണ് കേട്ടോ. AS റാവു പൈ ആണ് ഫൗണ്ടർ ഓഫ് കാനറ ബാങ്ക്. ഇതത്ര ഇതായിട്ട് ചോദിച്ചിട്ട് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്യുക. ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കാനറ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ മനോഹരൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ ചെയർമാൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ, കാനറ ബാങ്കിൻ്റെ ഫൗണ്ടർ ചോദിച്ച പോലെ മറ്റ് ബാങ്കുകളുടെയും ഫൗണ്ടറൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാനറ ബാങ്കിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ അംബേബാൽ സുബ്ബറാവു പൈ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ഓക്കെ, അദ്ദേഹം മംഗളൂരിലെ, അതായത് മംഗലാപുരത്തുള്ള ഒരു ലീഡിംഗ് ലോയർ ആയിരുന്നു. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കാനറ ബാങ്ക് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഓൺഡ് ബൈ ഗവൺമെൻറ് ആണ്. അപ്പോൾ സുബ്ബറാവു പൈ ആണത്, AS റാവു പൈ ആണത് സ്ഥാപിച്ചത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. 1906-ലാണ് അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. 1906-ൽ. 1969-ലാണ് അത് നാഷണലൈസ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് 1 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദ സൈസ് ഓഫ് ന്യൂലി ഇഷ്യൂഡ് ഇന്ത്യൻ റുപ്പി 2000 രൂപയുടെ ഇന്ത്യൻ റുപ്പിയായ 2000 റുപ്പീസിൻ്റെ സൈസ് എത്രയാണ്? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് പല സൈസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 66 mm by 166 mm. അപ്പോൾ വിത്ത് എന്ന് പറഞ്ഞാൽ 66 mm അതുപോലെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 166 mm ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്, അതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. 2000 റുപ്പി ബാങ്ക് നോട്ടിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, $66 mm 166 mm ആണ്. അത് 2000. ഓക്കെ, ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, 1 സെക്കൻഡ്.
അതിൽ മംഗൾയാൻ്റെ പിക്ചറാണ് 2000-ന്റെ നോട്ടിലുള്ളത്. അത് ഞാൻ ഓർത്തതാണ്. ഓക്കെ, ഏതിൻ്റെ പിക്ചറാണുള്ളതെന്ന്. അത് മംഗൾയാൻ്റെ പിക്ചറാണ് കേട്ടോ. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട് 2000 റുപ്പിയുടെ നോട്ടിൽ. അപ്പോൾ എല്ലാ നോട്ടിലും എല്ലാ കറൻസി നോട്ടിലും ഒക്കെ ഉള്ളതിൻ്റെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഇപ്പോൾ RBIയുടെ ആക്റ്റീവ് സർക്കുലേഷനിലുള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് കറൻസി നോട്ടാണ് ഈ 2000 എന്ന് പറയുന്നത് കേട്ടോ. 2000 എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കറൻസി പ്രിന്റിംഗ് മൈസൂരിൽ നിന്നാണ് ഇത് പ്രിന്റ് ചെയ്തത്. അപ്പോൾ ഡിമോണറ്റൈസേഷൻ്റെ ആ ടൈമിലായിരുന്നു ഇത് വന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞു, സൈസ് പറഞ്ഞു, ഒരു വയലറ്റ് ഷെയ്ഡ് കളേർഡ് നോട്ടാണ്. ദെൻ മഹാത്മാഗാന്ധിയുടെ ഒരു ഒബേഴ്സ് സൈഡാണ് ഫീച്ചർ ചെയ്തിരിക്കുന്നത് അതിൽ. പിന്നീട് അശോക പില്ലറിൻ്റെ എംബ്ലം ഉണ്ട്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാണ് അത് സൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ബ്രെയിലി ലിപിയും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മംഗൾയാൻ്റെ മോട്ടിഫ് ഉണ്ട്, അത് പറഞ്ഞു. പിന്നെ ലോഗോ ആൻഡ് ടാഗ് ലൈൻ ഓഫ് എന്തും കൂടി ഉണ്ട്, സ്വച്ഛ ഭാരത് അഭിയാനാണ്. ഓക്കെ, ഇനി ഈ ഒരു എന്താ പറയുക, ഗാന്ധിജിയുടെ ഈ പിക്ചറിനകത്ത് തന്നെ വളരെ ഒരു കാര്യം പറയാൻ, വളരെ നന്നായിട്ട് സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ മൈക്രോസ്കോപ്പിക് വ്യൂവിനകത്ത് ഗാന്ധിജിയുടെ സ്പെക്സിനകത്ത്, കണ്ണടയുടെ എന്താ പറയുക ലെഗിനകത്ത് RBI എന്ന് അങ്ങനെ മുദ്രണം ചെയ്തിട്ടുണ്ട്. അത് മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്, വളരെ ചെറുതായിട്ട് നോക്കിയാൽ മാത്രമാണ് അത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഈ 2000 റുപ്പി നോട്ടിൽ. ഓക്കെ, അപ്പം അതിൻ്റെ മൊത്തം ഫീച്ചേഴ്സുമായിട്ട് നോട്ടുകളെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാം, പിന്നീട് ചെയ്യാം. നിങ്ങൾ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാം. നിങ്ങളത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ പ്രസന്റ് ചെയർമാൻ ഓഫ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ആരാണ് ഇപ്പോഴത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, അഡ്വക്കേറ്റ് MK സക്കീർ ആണ്. അഡ്വക്കേറ്റ് MK സക്കീർ. അടുത്തത് സംഗീത പെരുങ്കടൽ ഈസ് ദ ബയോഗ്രഫി ഓഫ്. ഏതാണ് സംഗീത പെരുങ്കടൽ എന്ന് പറഞ്ഞാൽ ആരുടെ ബയോഗ്രഫിയാണ്? ഈസ് ദ ബയോഗ്രഫി ഓഫ് ഡാഷ് പെൻഡ് ബൈ റാണി മൈൻതൻ. ഓക്കെ, റാണി മൈൻതൻ എന്ന് പറഞ്ഞ ആള് എഴുതിയതാണ്, പക്ഷെ ആരുടെ ബയോഗ്രഫിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആരുടെ ജീവചരിത്രമാണ് അത് വരുന്നത്? ബാലമുരളീകൃഷ്ണയുടെ ബയോഗ്രഫിയാണ് കേട്ടോ സംഗീത പെരുങ്കടൽ. ദ മുസ്ലിം ലീഗ് ഫൗണ്ടഡ് അറ്റ്. മുസ്ലിം ലീഗ് എവിടെയാണ് ഫൗണ്ട് ചെയ്തത്, അല്ലെങ്കിൽ എവിടെയാണ് സ്ഥാപിച്ചത്? മുസ്ലിം ലീഗ് ധാക്കയിലാണ് കേട്ടോ. ധാക്കയിലാണ്, ബംഗ്ലാദേശിലെ ധാക്കയിലാണ് മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡർഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, എല്ലാവരും അത് നന്നായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തിരുന്നു. അതായത് പാർട്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഓർത്തിരിക്കാമെന്നാണ്. സാധാരണ പറയുന്ന കോഡുകളല്ലാതെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആ സെൻറ്റൻസ് വെച്ച് തന്നെ, ആ പാർട്ടുകളെ ബന്ധപ്പെടുത്തിയുള്ള സെൻറ്റൻസുകൾ വെച്ച് തന്നെ റിലേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്ത് പഠിക്കുന്നതായിരുന്നു. അപ്പോൾ അത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡർഡ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ? പാർട്ട് 3 ആണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. പാർട്ട് 3ൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ് കേട്ടോ. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി തന്നെ അതിൽ ഉള്ളിൽ വരുന്ന എല്ലാ ആർട്ടിക്കിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് എല്ലാ തവണയും ചോദിക്കുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 15 എന്താണ്, ആർട്ടിക്കിൾ 24 എന്താണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും ഞാൻ 2 വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയും കാണാം, ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ. അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇൻഡെപ്റ്റഡ് ടു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരിക്കലും തെറ്റിക്കരുത്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അയർലൻഡ് എന്നായിരിക്കും അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നായിരിക്കും ആൻസർ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അടുത്തത് ദണ്ഡി മാർച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ദണ്ഡി മാർച്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദണ്ഡി മാർച്ച് എന്തായിരുന്നു? 1930 അല്ലേ, മാർച്ച് 12 അത് സ്റ്റാർട്ട് ചെയ്ത് ദണ്ഡി കടപ്പുറത്തേക്ക് അത് ട്രാവൽ ചെയ്ത് 385 കിലോമീറ്റേഴ്സ് എടുത്തു. ഒരു 24 ഡേയ്സിന്റെ ഒരു സമരമായിരുന്നു അത്. അവിടെ ഏപ്രിൽ 5 എത്തി. ഏപ്രിൽ 6 ആണ് ആ ഒരു ഉപ്പ് നിയമം ലംഘിച്ചത്. ഉപ്പ് നിയമം ലംഘിച്ചത്. അപ്പോൾ അതൊക്കെ പഠിച്ചതാണ്. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് ദണ്ഡി മാർച്ച്. അടുത്തത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് വെച്ചാൽ എന്നാണ്?
അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സാം നടക്കുന്ന ആ ഒരു മന്തിന് നിയറായിട്ടുള്ള ഡേറ്റുകളാണ് മിക്കവാറും ചോദിക്കാറുള്ളത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് പറയുന്നത് ജൂൺ 29 ജൂൺ 29 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്തുള്ള മന്തുകളുടെയൊക്കെ പ്രധാനമായിട്ടും പഠിക്കുക. എല്ലാ മന്തിലുള്ള പ്രധാനപ്പെട്ട ഡേയ്സ് പഠിക്കണം. കൂടാതെ നമ്മുടെ എക്സാം അടുത്ത് വരുമ്പോഴുള്ള മന്തുകളുടെ പ്രത്യേകിച്ചും പഠിക്കുക. അടുത്തത് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ ഈസ് ദ വർക്ക് ഓഫ് ആരുടെ വർക്കാണ് പ്ലാൻഡ് എക്കണോമി എന്ന് പറയുന്നത്? എം വിശ്വേശ്വരയ്യയുടേതാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. അതും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡ്യൂസർ ഓഫ് ദ ഫിലിം രാജ ഹരിശ്ചന്ദ്ര എന്ന ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രാജ ഹരിശ്ചന്ദ്ര. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നെഫ്രോളജി, ഇവിടെ നെഫ്രോളജി എന്നായിരിക്കും ഓപ്ഷൻ, നെഫോളജി എന്ന് തന്നെയാണ് കേട്ടോ, നെഫോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റഡീസ് പഠിക്കണം. നെഫോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ക്ലൗഡ്സ് ആണ് കേട്ടോ, മേഘങ്ങളെ പറ്റിയുള്ള പഠനമാണ് നെഫോളജി. അടുത്തത് കൊനേരു ഹംപി ഈസ് റിലേറ്റഡ് ടു. കൊനേരു ഹംപി എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ചെസ് ആണ് അല്ലെ, ചെസ് ആണ് കൊനേരു ഹംപി, ചെസ്. ഇൻ വിച്ച് സത്യാഗ്രഹ ഗാന്ധിജി ഇന്റർഫിയർ ഫോർ വർക്കേഴ്സ്. അപ്പോൾ വർക്കേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചത് ഏതിനായിരുന്നു? അഹമ്മദാബാദിൽ അല്ലേ. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സത്യാഗ്രഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹവുമാണ്. ഏതാണ്? അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന 20 ചോദ്യങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും FBയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ ഉറപ്പായിട്ടും അറിയിക്കുക. അത് വെച്ചിട്ടാണ് ഇംപ്രൂവ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ പ്രത്യേകിച്ചും ക്ലാസ്സുകൾ ഞാൻ ചെയ്താൽ നന്നാവുമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇൻഫോർമേഷൻസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. പ്ലീസ് സപ്പോർട്ട് മൈ ബ്ലോഗ് ഓൾസോ bbmohanan.com. പ്ലീസ് വിസിറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ബൈ ഇമെയിൽ ആൻഡ് ഓൾസോ താഴെ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടൊരു ബെലൈക്കൺ ഉണ്ട് ബ്ലോഗിൽ. അതും ഒന്ന് ഓണാക്കി നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതാണ്. മൈ നോട്ട്ബുക്കിൻ്റെ ആപ്പ് ഉണ്ട്. അത് ഞാൻ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട്. അതിനുശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ലിങ്ക് തരാം. സോ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ഹിയറിംഗ് മീ. ബൈ.